My name is RP. I will conduct the excursion for you. Nice to see you today. ഹലോ, എൻ്റെ യാത്രകൾ ഷാനവാസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ അർമീനിയയിലെ കണ്ടക്ടർ ടൂറിലാണ് ഇപ്പോൾ നമ്മളിത് ഉള്ളത്. ഇത് അർമീനിയയിലെ 4ാമത്തെ ഭാഗമാണ്. ഇത് 3ാമത്തെ ദിവസമാണ് അർമീനിയയിൽ. ഞാനും ഷാജാനും കൂടി മറ്റേ സ്നേഹിതനും കൂടി ഒരു കണ്ടക്ടർ ടൂറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. So the first one is going to be Goshavank Monastery of the 12th century, named after the founder of the monastery. കേട് നല്ല അർമീനിയനെ കുറിച്ചും അവരുടെ മൊണാസ്ട്രികളെ കുറിച്ചൊക്കെ നല്ല തട്ടി വിടുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ പോവാണ്. അവരുടെ അർമീനിയൻ ഭാഷയിലും ഇംഗ്ലീഷിലും മാറി മാറി പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ. അവർ നമുക്കൊരു മെനു തരുന്നുണ്ട്. ആ മെനുവിൽ നമുക്ക് വേണ്ട ഭക്ഷണം, നമുക്ക് വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ ബുക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ വേണ്ട ഐറ്റംസൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം. അവർ പറയുന്ന സ്ഥലത്താണ് അവർ ഹോട്ടൽ നിർത്തിയിട്ട് അവർ പറയുന്ന ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. അവിടെ അവർ ബുക്ക് ചെയ്യുന്നുണ്ട് ഹോട്ടലിൽ ഭക്ഷണം. അർമീനിയയിലെ പല ഭൂപ്രകൃതികളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യാത്രയിൽ. പല കൃഷിത്തോട്ടങ്ങളും മലകളും കുന്നുകളും മലകളും ധാരാളം മൈനുകളൊക്കെ കാണുന്നുണ്ട്. പല ലോകങ്ങളും കുഴിച്ചെടുക്കുന്ന മൈനുകളുടെ ഫാക്ടറികളും കമ്പനികളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ കാണുന്നുണ്ട്. Метров над уровнем моря. Жемчужина Армении. Вы знаете, в Армении нет выхода к морю, и озеро Сиван стало самым популярным местом не только для местных жителей, которые ездят туда летом поплавать, отдохнуть. Также много туристов посещают озеро Сиван, потому что действительно അർമീനിയയിൽ കൂടുതലും തണുത്ത ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വലിയ പച്ചപ്പുകളൊന്നുമില്ല. മരങ്ങളും ഇതൊക്കെ ഇല കൊഴിഞ്ഞ ഒരു മഞ്ഞ നിറത്തിലുള്ള വൃക്ഷങ്ങളും മരങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. പല തോട്ടങ്ങളും കാണുന്നതും മഞ്ഞ നിറത്തിലൊക്കെയാണ്. അർമീനിയൻ ഭാഷ സംസാരത്തിലെ ഒരു റഷ്യൻ ഭാഷയോട് സാമ്യമുള്ളൊരു ഭാഷയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനൊക്കെ വളരെ പ്രയാസമാണ്. നമ്മൾ ഇംഗ്ലീഷും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന പോലെ അല്ലത്. അർമീനിയയെ കുറിച്ചുള്ള പല ചരിത്രങ്ങളും ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഗൈഡ് നമുക്ക് ബസ്സിൽ ഇരുന്ന് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അവരുടെ മെയിൻ കൾച്ചർ, അവരുടെ റിലീജിയൻ, അവരുടെ ചരിത്രങ്ങൾ മൊത്തം ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഈ ഫാമിലി നമ്മൾ ഒരു തരം പക്ഷികളൊക്കെ ഉണ്ട്. അപ്പോൾ ഫോട്ടോ എടുത്തതാണ്. The reign of one of the greatest kings in the history of Armenia, Tigran the Great. The country covered the area of 300,000 square kilometers, and in the sources of those days it is mentioned as Great Armenia, or country from sea to sea, because its borders expanded from the Caspian to the Black and Mediterranean. But unfortunately, the geographical position of this country has never been in favor of it. It has been situated at the crossroads between the west and the east, through both antique and medieval Armenia, the nations. Nevertheless, this ancient country, Great Armenia, can be found on ancient maps that have survived and museums. And you know that cartography is an inseparable part of historiography. ചരിത്രം പറയുകയാണെങ്കിൽ അർമീനിയ റഷ്യയുടെ കയ്യിലായി, USSRന്റെ കീഴിലായിരുന്നു. അതിന് മുന്നേ തുർക്കിയും കൈയടക്കിയിട്ടുണ്ട് അർമീനിയയുടെ കുറേ ഭാഗങ്ങൾ. പിന്നെ റഷ്യയുടെ കയ്യിലായിരുന്നു കുറേ ഭാഗങ്ങൾ. അങ്ങനെ പിന്നീടാണ് അവർ സ്വതന്ത്രരായത്. USSR സെപ്പറേറ്റ് ചെയ്ത് പിന്നെ അർമീനിയ മാത്രം രാജ്യമായിട്ട് വന്നു. അതിൽപ്പെട്ടത് തന്നെയായിരുന്നു മറ്റേ ജോർജിയ, അങ്ങനെ അതുപോലെയുള്ള ചെറിയ ചെറിയ 2-3 രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഒരു ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പോകുന്ന വഴിയിലൊന്നും വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല. നമ്മൾ യേരവാൻ കഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ടുള്ള ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ്. വലിയ കൃഷിത്തോട്ടങ്ങളൊന്നും അധികം കാണാനില്ല. ചെറിയ ചെറിയ കൃഷിത്തോട്ടങ്ങളും ഫാക്ടറികളും കമ്പനികളൊക്കെയാണ് കാണുന്നത്. ഇടയിലിടയിൽ ധാരാളം ചെറിയ ചെറിയ പെട്രോൾ സ്റ്റേഷനുകളൊക്കെ ഉണ്ട്, ഗ്യാസ് സ്റ്റേഷനുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ നാട്ടിലത്തെ അല്ലെങ്കിൽ മറ്റുള്ള അറബി കൺട്രികളിലൊക്കെ കാണുന്ന പോലെ വലിയ പെട്രോൾ സ്റ്റേഷനുകളൊന്നുമില്ല. ഒക്കെ 1 കുറ്റിയോ 2 കുറ്റിയൊക്കെ അടങ്ങിയിട്ടുള്ള പെട്രോൾ ഫില്ലിംഗ് സ്റ്റേഷനുകളാണ്. നമ്മുടെ ഗൈഡ് ഇവിടെ അർമീനിയൻ ഭാഷ എങ്ങനെ കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ബൈബിൾ ട്രാൻസ്ലേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. കൂടാതെ അർമീനിയ ഒരു ക്രിസ്ത്യൻ
രാഷ്ട്രമാക്കിയിട്ട് പ്രഖ്യാപിച്ചതിനുള്ള കാരണങ്ങളും മറ്റുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ മലൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ഇപ്പോൾ സെവാൻ ലേക്കിലേക്കാണ്. സെവാൻ ലേക്ക് ഇനിയും ഒരു 100 കിലോമീറ്ററിൻ്റെ മുകളിൽ പോകാനുണ്ടെന്നാണ് പറഞ്ഞത്. I've already told you that Armenian language belongs to a separate branch of Indo-European languages and has old Armenian is called Grapar. ഗൈഡ് പല പുസ്തകങ്ങളെ പറ്റിയിട്ടും ലാംഗ്വേജുകളെ കുറിച്ചും ഒക്കെ പറയൽ തുടങ്ങിയിരിക്കണ്. പല ലാംഗ്വേജിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ബസ്സിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇന്ത്യക്കാരിൽ ഒരു 4-5 പേരുണ്ട്. പിന്നെ കേരളത്തിൽ നിന്ന് നമ്മൾ 2 പേര് തന്നെ ഉള്ളൂ, വേറെ ആരും കണ്ടില്ല. കാര്യം നമ്മൾ ബസ്സിൽ കണ്ടത് ആരും തമ്മിൽ സംസാരിക്കുന്നത് പോലൊന്നുമില്ല. എല്ലാവരും പ്രകൃതികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് അവർ പറയുന്ന ഗൈഡ് പറയുന്നതും കേട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ശബ്ദത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഫോൺ ചെയ്യുക, ടെലിഫോൺ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബസ്സിൽ ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കും വലിയ ബോറിംഗ് ആയിരുന്നു, സംസാരിക്കാനൊന്നും കഴിയാതായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞ് 2 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ പിന്നെ മലകളും കുന്നുകളൊക്കെ ആയി, പിന്നെ ചുരങ്ങളൊക്കെ ആയി കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ധാരാളം മലകളും കുന്നുകളൊക്കെ കാണുന്നുണ്ട്. ഈ മലകളിൽ നിന്നും കുന്നുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഒഴുകി പിന്നീടാണ് നമുക്ക് ഈ സെവാൻ ലേക്കിലേക്ക് വന്നു ചേരുന്നത്. ഈ സെവാൻ ലേക്ക് ഉണ്ടായത് തന്നെ ഈ മലകളിൽ നിന്നൊക്കെ മഞ്ഞൊരുകിയിട്ട് വരുന്ന വെള്ളം കൊണ്ടാണ്. Now, ladies and gentlemen, I would like to speak about the self-designation of Armenia. പിന്നീട് ചില സ്ഥലങ്ങളിൽ അവരൊരു കറുത്ത പാറ മലകളൊക്കെ കാണിച്ചു തന്നു. ഈ കറുത്ത പാറമലകൾ അവർ പറയുന്നത് മുമ്പ് വോൾക്കാനോ എറക്ഷൻ ഉണ്ടായി, വോൾക്കാനോ വന്നിട്ടുള്ള പാറകളാണത് എന്നാണ് പറയുന്നത്. ഈ കല്ലുകൊണ്ട്, പാറയുടെ കല്ലുകൊണ്ട് അവർ പലതരം ആഭരണങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പോകുന്നതിൽ നമ്മൾ വലിയ മലകളൊക്കെ കാണുന്നുണ്ട്. ചില മലകളുടെ മുകളിൽ ഐസുണ്ട്. ഇതവിടെ ഐസ് ഉള്ള മല കാണുന്നുണ്ട്. അർമീനിയയിലെ കണ്ടക്ട് ടൂറിലാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ സെവാൻ ലേക്കിലേക്ക് പോവാണ്. സെവാൻ ലേക്കിൻ്റെ അടുത്ത് തന്നെ ഒരു മൊണാസ്ട്രി കാണാനുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഒന്നിച്ച് കാണാൻ വേണ്ടി Но в Армении около 200 рыбных хозяйств, где выращивают различные сорта рыбы. Ну, конечно, в основном форель, как для местного рынка, так и на экспорт. Well, now I would like to tell you about the nature, the climate and the subsoil of the country. The current Republic of Armenia is also located in the northeastern part of the Armenian plateau, which I've already told you. High altitude freshwater lake in the world. The altitude of 1900 meters above the sea level. The mirror surface is 1,240 square kilometers. It is of tectonic volcanic origin, surrounded by dormant volcanoes. 28 rivers flow into the lake and only one river flows out of it, the river Hrazdan. The average depth is 50 meters. So the name is interpreted in 2 different ways. According to the local lore, it is interpreted as Black Van because the first element Sef in Armenian means black, and Van is the name of another lake on the Armenian plateau, which is now in level drop. It has become a peninsula where we're going to start the excursion to Sevan Monastery. I want to remind you that so you're going to struggle up 200 steps to the top of the hill of the peninsula. And as soon as we arrive, I'll make an announcement on the time where we're ഈ അവിടെ എത്തുന്നതിന് മുന്നേ നമ്മൾ അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളത് നമ്മൾ അറിയിക്കും എന്നാണ് പറയുന്നത്. ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമ്മൾ സെവാൻ ലേക്കിൻ്റെ അടുത്ത് എത്താനായിക്കണമെന്നാണ് പറയുന്നത്. അർമീനിയയിലെ സെവാൻ ലേക്കാണ് 28 നദികൾ അതിലേക്ക് ഒഴുകുന്നുണ്ട്. അതിൽ നിന്ന് ഒരു നദിയാണ് പുറത്തേക്ക് ഒഴുകുന്നത് എന്നൊക്കെയാണ് ഈ ഗൈഡ് നമ്മളോട് സെവാൻ ലേക്കിനെ പറ്റി പറയുന്നത്. ഇത് നമ്മളിതാ ഒരു റൗണ്ട് അബൌട്ട് എത്തിക്കണ്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിക്ക് തിരിഞ്ഞ് പോകണം. ഈ റൗണ്ട് അബൌട്ട് കറങ്ങി പിന്നെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് സെവാൻ ലേക്കിൻ്റെ സെവനാങ്ക് മൊനാസ്ട്രിയുടെ അടുത്തേക്കുള്ള റോഡാണ് ഈ കാണുന്നത്.
ഈ റൗണ്ട് ബോട്ട് തിരിയണം. വലിയൊരു റൗണ്ട് ബോട്ടാണിത്. ഇത് തിരിഞ്ഞ് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകണം. അങ്ങോട്ടാണ് നമ്മളെ സെവനാങ്ക് ലേക്കുള്ളത്. സെവനാങ്ക് മൊനാസ്ട്രിയും സെവാൻ ലേക്കുള്ളത്. നമ്മൾ കാണാൻ പോകുന്ന സെവാൻ ലേക്കിൽ ധാരാളം വിലപ്പെട്ട മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട മത്സ്യമാണ് ട്രോട്ട് ഫിഷ് എന്ന് പറയും. അത് ഒരു 2000 മീറ്റർ അടിയിലൊക്കെ കാണുന്ന മത്സ്യങ്ങളാണ്. അതും ഇവരുടെ ഒരു വലിയ വരുമാന മാർഗ്ഗമാണ്. അവിടെ സെവാൻ ലേക്കിൽ ധാരാളം ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് പറഞ്ഞത് അവർ 45 ലേക്കിൽ ധാരാളം ഫ്രഷ് വാട്ടർ ടൗണിലേക്കും മറ്റുള്ളിടത്തേക്കൊക്കെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കുടിവെള്ള പദ്ധതികളൊക്കെ പോകുന്നത് ഈ സെവാൻ ലേക്കിൽ നിന്നാണ്. 7000 വാട്ടർ സോഴ്സുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് 7000 രൂപ പല തരത്തിലുള്ള ഉപയോഗങ്ങൾക്കും ഈ സെവാൻ ലേക്കിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ഒരു 11 മണിയോടനുബന്ധിച്ച് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ സെവാൻ ലേക്കിൻ്റെ അവിടെ എത്തി. അവിടുത്തെ അർമീനിയൻ ടൈമാണ്. പക്ഷേ ഇപ്പോഴും ഒരു വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. നല്ല തണുപ്പാണ്. ടെമ്പറേച്ചർ -5 ഡിഗ്രി വരെ കുറയുമെന്നാണ് പറയുന്നത്. കൂടിയാൽ 45 ഡിഗ്രി വരെ കൂടാറുണ്ട്. ജൂൺ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. യൂറോപ്പിലെ തന്നെ നല്ലൊരു ഭാഷയാണ് അർമീനിയൻ ലാംഗ്വേജ് ഭാഷ. അത് 49 ആൽഫബറ്റുകൾ അടങ്ങിയിട്ടുള്ളൊരു ഭാഷയാണ്. പശുക്കളൊക്കെ ഉണ്ട്. ഒന്ന് വഴിക്ക് കുറേ പശുക്കളും മറ്റുള്ള ഫാമുകളൊക്കെ കാണുന്നുണ്ട്. ഒരു റിവറിൻ്റെ അടുത്ത എത്താറായതുകൊണ്ട്, സെവാൻ റിവറിൻ്റെ സെവാൻ ലേക്കിൻ്റെ ഒക്കെ അടുത്തായതുകൊണ്ട് കുറച്ച് പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. സെവാൻ ലേക്കിൻ്റെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. So, ladies and gentlemen, we're arriving. So as soon as we arrive, I'll start handing out the pastries. Don't forget to take your pastries. And the first excursion is going to be in English. Then you're going to enjoy your free time. And at 12 o'clock sharp, I'll be waiting for you back at the bus. Please don't be late at 12 sharp. Друзья, мы уже подъезжаем. Хочу напомнить, что я буду сейчас раздавать булочки, не забывайте брать. Потом мы вместе пойдем в монастырь. Как только мы туда дойдем, друзья, начнется экскурсия на английском. После того, как я начну экскурсию на английском, через 15 минут я буду ждать вас во дворе монастыря, начнется экскурсия на русском. അർമേനിയൻ, ഇംഗ്ലീഷ് 3 ഭാഷകളിലായിട്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി സംസാരിക്കുന്നത്. Прошу не опаздывать. Thank you, спасибо. അങ്ങനെ ഗൈഡിൻ്റെ സംസാരമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇനി നിർത്താൻ പോവാണ് ബസ്. നമ്മുടെ ഇറങ്ങേണ്ട ലൊക്കേഷൻ എത്തി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ നിർത്തി, സംസാരമൊക്കെ നിർത്തി, അനൗൺസ്മെൻ്റൊക്കെ നിർത്തി. ഇനി സമാധാനത്തോടെ പോവാം. നമ്മുടെ ലേക്ക് കിടക്കുന്നത് 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ സെവാൻ ലേക്കിൻ്റെയും മൊനാസ്ട്രിൻ്റെ ഒക്കെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇവിടുന്ന് നടക്കണം. നമ്മളെ വണ്ടി ഇവിടെ നിർത്തുള്ളൂ. ഇവിടുന്ന് പിന്നെ നടക്കണം. ഇവിടെ നിർത്തുകയാണ്. മൊനാസ്ട്രിയും ലേക്കോ കൂടി ഒരിടത്ത് തന്നെയാണ്. വണ്ടി പാർക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മൾ സെവാൻ ലേക്കും മൊനാസ്ട്രിയും കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങി. എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇറങ്ങി. ഇവിടെ വെള്ളം ഇതൊക്കെ ഉണ്ട്, കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ കിട്ടി, സ്നാക്സൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ ഗൈഡുണ്ട്. ഗൈഡ് നമ്മളങ്ങനെ കൊണ്ടുപോവാണ്. ഈ കാണുന്നതാണ് നമ്മളെ മൊനാസ്ട്രി. ആ മലൻ്റെ ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഈ സെവനാങ് മൊനാസ്ട്രി എന്ന് പറയും. അതിന്മേക്ക് 600 സ്റ്റെപ്പുകൾ കയറി പോകണം മേലേക്ക്. കുറേ മാർക്കറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. സെവാങ് മൊനാസ്ട്രിക്ക് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അർമീനിയയിലെ സെവാൻ റിവറും കാണാൻ വേണ്ടി, സെവാൻ റിവർ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ ഒരു മൊനാസ്ട്രി ഉണ്ട്, അവിടേക്ക് പോകണേ. സ്റ്റെപ്പുകൾ കയറി പോകണം.
കച്ചവടക്കാരൊക്കെ ഉണ്ട്. സെവാൻ ലേക്കിൻ്റെ അടുത്താണ്. സെവാൻ മൊണാസ്ട്രിക്ക് പോണ വഴിയാണ്. സെവാൻ ലേക്ക്, ലേക്കിൻ്റെ അവിടെ മൊണാസ്ട്രിക്ക് ഞങ്ങളിതാ മൊണാസ്ട്രി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ കയറോട്. മൊണാസ്ട്രി എന്ത് മൊണാസ്ട്രിയാണ് ഇവിടെ? സെവനാങ്ക് മൊണാസ്ട്രി എന്നാണ് പറയുന്നത്. സെവനാങ്ക് മൊണാസ്ട്രിക്ക് നമ്മൾ 600 സ്റ്റെപ്പ് കയറി ഈ മലൻ്റെ മുകളിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ചുറ്റുഭാഗം സെവാൻ ലേക്കാണ് കാണുന്നത്. ധാരാളം ഫോട്ടോ വ്യൂസാണ് ഇവിടെ. ധാരാളം ഫോട്ടോ ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത്. സെവാൻ ലേക്കാണ് അർമീനിയയിൽ നിന്ന് നമ്മളൊരു യെരവാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. 300 കിലോമീറ്റർ പോന്നിട്ടുണ്ടാവും. അവിടെയാണ് ഇപ്പോൾ ഈ സെവാനാങ്ക് മൊനാസ്ട്രിയും സെവാൻ ലേക്ക് ഉള്ളത്. സെവാൻ ലേക്കിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ചുറ്റുഭാഗം ഈ മലൻ്റെ ചുറ്റുഭാഗം സെവാൻ ലേക്കാണ്. ഷാജാനത കയറിപ്പോൾ വരുന്നുള്ളൂ. 600 സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ എത്തിയത്. ബാക്ക് ബാങ്കിൽ ആളുണ്ട് ഇവിടെ. ഓനും പോകുന്നുണ്ട് നമ്മളെ കൂടെ. ഷാജാണ്ട് കൂടെ നമ്മളെ ഫ്രണ്ട്. നമ്മളെ സുൽത്താനുണ്ട് ബാക്ക് ബാങ്ക്. ഷാജാനിതാ. ഇതാണ് മൊണാസ്ട്രി. മൊണാസ്ട്രിയുടെ അടുത്താണ്. സെവാൻ ലേക്കിൻ്റെ അടുത്ത് മൊണാസ്ട്രിയിലാണ്. That all part was all flooded. Already told you it has Chikawa Peninsula. Yeah, so they reached the island by boat and saw that Sevan is full of fish and it's the best place to stay and to found a monastery. But this ഇപ്പോഴും നമുക്ക് മൊനാസ്ട്രിനെ കുറിച്ചും സെവാൻ ലേക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. practice dates back to the 9th century. And here you can see the foundations of monk cells and other premises. Initially there were 4 churches. Unfortunately 2 churches have survived. 3 മൊനാസ്ട്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷേ അത് ഫൗണ്ടേഷനൊക്കെ ഇട്ടു. പിന്നീട് 3ാമത്തെ മൊനാസ്ട്രി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതാണ് മൊണാസ്ട്രി. ഇത് ഒരു പഴയ കാലത്തെ മൊണാസ്ട്രിയാണ്. പിന്നെ കുറേ ഫൗണ്ടേഷൻസ് ഇവിടെ തറകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ആക്കിയില്ല. പഴയ കാലത്ത് 2 ചർച്ചുകളുണ്ട്. ഒന്നതും ഒന്ന് ഇതുമാണ്. ഇതാണ് സെവാൻ ലേക്ക്. സെവാൻ ലേക്ക് ഇവിടുത്തെ അർമീനിയയിലെ നമ്പർ 1 ഏറ്റവും വലിപ്പമുള്ള ഒരു വാട്ടർ റിസോഴ്സാണ്. വെള്ളം കുടിക്കാനും മറ്റുള്ളതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലേക്കാണ്. ലോകത്ത് തന്നെ 2ാമത്തെ ഏറ്റവും വലിയ ലേക്കാണിത്. കുടിവെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്ന ലേക്കാണെന്നാണ് പറഞ്ഞത്. അർമീനിയയിലെ നമ്പർ 1 ലേക്കാണ്. അങ്ങനത്തെ 4 ലേക്കുകളുണ്ട് അർമീനിയയിൽ. സെവാൻ ലേക്കിൻ്റെയും സെവാൻ മൊനാസ്ട്രിൻ്റെയും സെവനാങ്ക് മൊനാസ്ട്രിൻ്റെയും ചുറ്റുഭാഗം നിന്ന് നമ്മൾ ധാരാളം ഫോട്ടോസുകളൊക്കെ എടുത്ത് പല വ്യൂസും എല്ലാവരും അവിടെ നിന്ന് ധാരാളം ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. പല ഭാഗത്തുനിന്ന് എന്നാലും നല്ല ഫോട്ടോസ് കിട്ടും. ബാക്ക് ബാങ്കിലെ സുൽത്താനെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടായിരുന്നു. ഇന്നലെ നമ്മൾ പള്ളിയിൽ നിന്നും പിന്നെ നമ്മൾ ബസ്സിൽ നിന്ന് അർമീനിയയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് പരിചയപ്പെട്ടാണ്. ബസ് സ്റ്റാൻഡിൽ കയറി പോരുമ്പോൾ ഞങ്ങൾ പിന്നെ പള്ളിയിലുണ്ടായിരുന്നു ഒന്നിച്ച്. അവനെ നമുക്ക് ധാരാളം ഫോട്ടോസുകളൊക്കെ എടുത്തു തന്ന് നമ്മളെ മൊണാസ്ട്രീൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. പുറത്തുനിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ലേക്കൊക്കെ കൂട്ടിയെടുത്ത് ഇത് ഉള്ളിലേക്ക് പോകണം. എൻട്രൻസ്. ഈ മൊനാസ്ട്രി പ്രത്യേക തരം ഒരു കല്ലുകൊണ്ട് കരിങ്കല്ല് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മറ്റേ സിമെൻറ്റോ മറ്റുള്ള കോൺക്രീറ്റുകളോ മറ്റുള്ള ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതിൽ ഒരു പ്രത്യേക തരം കല്ലാണിത്. അടുക്കി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൊനാസ്ട്രിയാണ്. പക്ഷെ ഇത്രയും കാലം ഇത് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് വലിയ അത്ഭുതം. Armenian cross stones. In Armenian language, we refer to them as Khachkar. And the next monastery, Goshabat Monastery, I will show you one of the most beautiful ones, dating back to the 13th century. And there, I will tell you about the history.
അർമീനിയയിൽ മാത്രം കാണുന്ന ഇത്തരം പാറക്കല്ലുകളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊരു പ്രത്യേക തരം പാറക്കല്ലുകളാണ് അർമീനിയയിൽ മാത്രം കാണുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. ഈ ഗൈഡ് പറഞ്ഞു. നമ്മൾ മൊനാസ്ട്രിൻ്റെ ഏറ്റവും അകത്തേക്ക് കയറി. അവിടെ ധാരാളം ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്, ക്യാൻഡിൽസുകൾ കുറേ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം കൊത്തുപണികളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു മൊനാസ്ട്രിയുടെ അകംവശമാണിത്. പിന്നെ ഇവിടെ കുറേ പഴയ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ടൂർ ഗൈഡ് നമുക്ക് ധാരാളം ക്ലാസ്സുകളൊക്കെ അവിടുന്ന് എടുത്തു തരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ധാരാളം പല കാര്യങ്ങളും പറഞ്ഞു. കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ അവിടെ ക്യാൻഡിൽസ് മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്തു. നമ്മുടെ കൂടെ വന്നവരാണ് ഇതൊക്കെ, നമ്മളെ ബസ്സിലുണ്ടായിരുന്നവരാണ്. ടൂർ ഗൈഡ് തകൃതിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. നമുക്ക് പിന്നെ ഭാഷ ഒന്നും മനസ്സിലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ഒരു കാര്യം നമുക്ക് ഇത് ഉള്ളത്, ആകെ ഒരു ചെറിയ ഡോറേ ഉള്ളൂ. ആ ചെറിയ ഡോറിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഉള്ളിലേക്ക് കയറിയാൽ ഉള്ളു ഇരുട്ടാണ്. ചെറിയ ചെറിയ ജനലുകൾ മുകളിൽ കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലേക്കുള്ള വെളിച്ചം. സെവാഗ് ലേക്കിൻ്റെ അടുത്ത് യറവാനിന്ന് കുറച്ചധികം ദൂരേക്ക് വന്നാലുള്ളൊരു പ്രോവിൻസാണിത്. ഇതൊരു വേറെ പ്രോവിൻസിലാണ്. യറവാൻ പ്രോവിൻസ് അല്ല, വേറെ പ്രോവിൻസാണ്. അങ്ങനെ സെവനാങ്ക് മൊണാസ്ട്രി രണ്ടാമത്തെ മൊണാസ്ട്രിയാണ് ഇതുള്ളത്. സെവനാങ്ക് മൊണാസ്ട്രിയുടെ രണ്ടാമത്തെ മൊണാസ്ട്രിൻ്റെ ഉള്ളിലാണ്. ഇതൊരു ചെറിയ മൊണാസ്ട്രിയാണ്. ഇതിൻ്റെ ഉള്ളിലും കുറേ മേത്തിരികളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. കുരിശും കാര്യങ്ങളൊക്കെ, ചിത്രങ്ങളും യേശുവിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ കാര്യമായിട്ട് ഒന്നുമില്ല ഇതിൽ, ആരും അങ്ങനെ വരുന്നില്ല. രണ്ട് മൊനാസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നേരെ നമുക്ക് സെവാൻ ലേക്ക് കാണാം. സെവാൻ ലേക്കിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഏത് ഭാഗത്തുനിന്ന് നമ്മൾ ഈ മൊനാസ്ട്രിയിൽ നിന്ന് ഇറങ്ങിയാലും പുറത്തേക്ക് ഇറങ്ങിയാലും കാണുന്നത്. കുറേ മലകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ മലകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് ഈ സെവാൻ ലേക്കിൽ വന്ന് എത്തിച്ചേരുന്നത്. ചുറ്റുഭാഗം മലകളാണ്. ഈ വെള്ളമാണ് പിന്നീട് മറ്റുള്ള കുടിവെള്ള ആവശ്യത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ യെരവാനിലും അർമീനിയൻ്റെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ പൈപ്പ് ലൈൻ വഴിയും തോട് വഴിയൊക്കെ ആയിട്ട് പോകുന്നത്. ഷാജാനും സെവനാങ്ക് മോണസ്ട്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. അർമീനിയയിലെ സെവനാങ്ക് മോണസ്ട്രിയാണ് ഈ കാണുന്നത്. ഇത് ഒരു പ്രോവിൻസാണ്. സവാൻ റിവറിൻ്റെ അടുത്തുള്ളതാണ്. ഈ അർമീനിയയിലെ നമ്പർ 1 ലേക്കാണ്, ഏറ്റവും വലിയ ലേക്കാണിത്. പിന്നീട് നമ്മളൊരു സൗദിക്കാരനെ കണ്ടു. നമ്മളൊരു സൗദി പൗരനെ കണ്ടു. ഞങ്ങള് inshallah will come. Just a photo. Nice to meet you. Nice to meet you. We met him from Masjid, Blue Masjid, right? Yes, yeah, right. Very fun. Now he is also here in the monk, the monastery. Yeah. വാൻ ലേക്കിലാണിത്. ഇവിടെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഫാമിലിനായിട്ട് വന്നാൽ ബോട്ടിംഗ് ഒക്കെ പങ്കെടുക്കാം. ഈ ബോട്ടാണിത്. ധാരാളം ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടെ. ബോട്ടിംഗ് സൗകര്യങ്ങളും ഫാമിലിക്ക് താമസിക്കാനും മറ്റുള്ള എല്ലാം ഉണ്ട്. നല്ല റേറ്റാണെന്നാണ് പറഞ്ഞത്. അവിടെ 5 സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലുകളാണ് കൂടുതലും. നമ്മൾ പിന്നെ ടൂറ് ആയിട്ട് എല്ലാവരും കൂടി വന്നതുകൊണ്ട് അതിലൊന്നും അവിടെ നിൽക്കാനും കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. ആൾ പ്രാവിനെ വളർത്തുന്നത് കണ്ടു. അപ്പോൾ അതൊന്ന് ഫോട്ടോ എടുക്കുകയും, ഇത് പ്രാവിനെ നമുക്ക് വാങ്ങിയിട്ട് ഇവിടുന്ന് പറത്താനാണെന്ന് തോന്നുന്നത്, അല്ലാതെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നില്ല. ഇവിടെ വിൽക്കുന്നുണ്ട് പ്രാവിനെ. ഇവിടെ ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സെവാൻ ലേക്കിൻ്റെ മുന്നിൽ
ഹോട്ടൽ താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഈ ബോട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആൾക്കാർ ഇവിടെ കാണാൻ വന്നിട്ട് ഞങ്ങളെ ടൂർ ഗ്രൂപ്പിലുള്ളതാണ്. ഒരു ബസ് നിറയെ ആളുണ്ട്. ഇതാണ് മൊണസ്ട്രി. ഇവിടെ -5 ഡിഗ്രിയുടെ താഴെ വരും എന്നാണ് പറഞ്ഞത്. അർമീനിയയിൽ കൂടിയാൽ 30-34 വരും. 40 വരെ പോലുണ്ട് തോന്നി ചില സീസണിൽ. ഏപ്രിൽ ജൂണിലൊക്കെ നല്ല ചൂടിലാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് നല്ല കൂടുന്നത് ഏപ്രിലിൽ. ഇപ്പോൾ നവംബറിലാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. സ്വെറ്ററൊക്കെ വേണം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. അർമീനിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സെവാൻ ലേക്കിൻ്റെ അടുത്ത് സെവാൻ തടാകം. ഇതിവിടെ ലേക്ക്, ഈ സെവാൻ ലേക്ക് ഇവിടെ മുട്ടിയിട്ടില്ല കേട്ടോ. ഇതിവിടെ രണ്ടും കൂടി ടച്ചായിട്ടില്ല. ഇതിൽ കൂടിയാണ് റോഡൊക്കെ ഉള്ളത്. ഇത് വേറെ ലേക്കാണോ ഇനി സെവാൻ ലേക്കാണോ എന്നറിയില്ല. ഇതും സെവാൻ ലേക്കിൻ്റെ ഭാഗമാണെന്നാണ് തോന്നുന്നത്. അർമീനിയയിലാണ്. ഷാജഹാൻ അതാ അങ്ങോട്ട് അവിടേക്ക് പോകുന്നുണ്ട്. അർമീനിയയിലെ സെവാങ് മൊണാസ്ട്രിയുടെ അടുത്തുനിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. മണിക്കൂറോളം നമ്മളിവിടെ ചിലവഴിക്കുന്നുണ്ട്. 1 മണിക്കൂറോളമായി. ധാരാളം ടൈം അവിടെ നിന്നു. നായനെ കുളിപ്പിക്കുകയാണ്, വെള്ളമടിച്ച് കാണ്ട് കുളിപ്പിക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ സെവാങ്ങിൻ്റെ തടാകത്തിൻ്റെ അടുത്താണ്. ഇവിടുത്തെ മരങ്ങൾ ഒരു പ്രത്യേക ടൈപ്പ് മരങ്ങളാണ്. ഇവിടെ ഒരു നായ ഉണ്ട് കേട്ടോ, വിശ്രമിക്കണ. വേറെ ഒരു നായ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. കാറ്റാടി മരങ്ങളാണ് തോന്നുന്നത്. സെവാൻ ലേക്കിൻ്റെ അടുത്ത് അർമീനിയയിലാണ്. ഇവിടെയൊക്കെ കച്ചവടക്കാരുണ്ട്. ആ മലൻ്റെ മുകളിലൊക്കെ നമ്മൾ നടന്ന് കണ്ടു. ധാരാളം കച്ചവടക്കാരൊക്കെ ഉണ്ട് അവിടെ ചുറ്റുഭാഗത്തായിട്ട്. നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് താഴേക്ക് ഇറങ്ങുമ്പോഴൊക്കെ കാണാം. സെവാൻ ലേക്കിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അർമീനിയയിലെ സെവാങ് മൊണാസ്ട്രിയുടെ സെവാൻ ലേക്ക് അവിടെയാണ് ഇപ്പോൾ അത്. ഇവിടെ ധാരാളം ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഒരു 3 ദിവസത്തെ അർമീനിയ ട്രിപ്പ് വന്നാണ്. അതിൽ ഒരു ടൂറ് പ്രോഗ്രാമിൽ നമ്മൾ ആദ്യം കൊടുന്നത് ഇവിടെയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. 3 ദിവസത്തെ ഞങ്ങൾ വെള്ളിയാഴ്ച വന്ന് വ്യാഴാഴ്ച വന്ന് വെള്ളിയാഴ്ച ടൗണിലൊക്കെ ഒന്ന് കറങ്ങി പള്ളിയിലൊക്കെ പോയി. ഇപ്പോൾ ഇതാ ഇന്ന് ശനിയാഴ്ച സെവാൻ ലേക്ക് കാണാൻ വേണ്ടി ഒന്നാണ്. സെവാൻ ലേക്കും സെവനാങ് മൊണാസ്ട്രിയും കണ്ടാൽ പിന്നെ നമ്മൾ പോകാനുള്ളത് ദിൽജാൻ വില്ലേജിലേക്കാണ്. ദിൽജാൻ വില്ലേജ് നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു വില്ലേജാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 മൊണാസ്ട്രിയും കൂടി പോകുന്നുണ്ട്. കൊഷവാങ് മൊണാസ്ട്രിയും ഹംഗസ്റ്റാൻ മൊണാസ്ട്രിയും ഈ ടൂറിൽ പെട്ടതാണ്. ഈ 4 സ്ഥലത്താണ് ഇപ്പോൾ ഇന്നത്തെ ടൂറിൽ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മളിതാ സെവാൻ ലേക്കിൻ്റെ ചുറ്റുഭാഗം നടന്ന് കാണുകയാണ്. അർമീനിയയിലെ സെവാങ് ലേക്കും സെവത്താങ് മൊണാസ്ട്രിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെവത്താങ് മൊണാസ്ട്രിയുടെ അടുത്ത് മലൻ്റെ മുകളിലാണ് സെവാങ് ലേക്കിൻ്റെ മലൻ്റെ മുകളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോവാം. ഇത് വലിയൊരു മലയാണ്. ഇതിങ്ങനെ നടന്ന് കാണുകയാണെങ്കിൽ കുറേ സമയം, ഒരു പകുതി ദിവസം പകൽ ഫുള്ള് ഇവിടെ കാണാൻ തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് കുറച്ചുള്ള ഭാഗങ്ങൾ കുറച്ചൊക്കെ നടന്ന് കാണാം. കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ പോയി നോക്കട്ടെ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പോയി നോക്കുക. താഴെ റിവറാണ്. സെവാൻ റിവറിൻ്റെ ഭാഗങ്ങളാണ് ചുറ്റുഭാഗം കാണുന്നത്. നല്ല ആകെ ഒരു പച്ചപ്പ് കാണുന്ന മരം അതാണ്. ബാക്കിയുള്ളതൊക്കെ ഉണങ്ങിക്കടിച്ച് നിൽക്കുകയാണ്. നവംബറിലാണ് ഇപ്പോൾ ഇത്. മുകളിലൊരു പാറ കൊടുന്നിട്ടുണ്ട്. അതിന്മേൽ നിന്ന് കുരിശൊക്കെ വരച്ചിട്ടുണ്ട്. സെവാങ്ങിലേക്ക് ഇതുപോലെ കടൽ മാതിരി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇത് ഈ വോൾക്കാനൊക്കെ
പൊട്ടിയിട്ട് വരുന്ന വെള്ളമാണെന്നാണ് പറഞ്ഞത്. പിന്നെ സ്നോ ഐസ് ഉരുകിയിട്ട് മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം. സെവാൻ ലേക്കാണ് അർമീനിയയിലെ. താഴ്വാരത്ത് റോഡൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ആണ് റോഡ്. പിന്നെ ഈ മലൻ്റെ താഴ്വാരാണ്. ഈ മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളങ്ങൾ ഇങ്ങനെ വരുന്നത് ഇതിക്ക്. അപ്പുറത്ത് ഒരു മഞ്ഞുമല ഉണ്ട്. ഇത് മഞ്ഞുമലയാണ്. അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് ഇതിക്ക് ഒഴുകി വരുന്നത്. 2-3 മല ഉണ്ട് ഈ വെള്ളത്തിൻ്റെ ചുറ്റുഭാഗം. ഒക്കെ മലകളാണ്. സെവാൻ ലേക്കിൻ്റെ ചുറ്റുഭാഗമാണ് ഈ കാണുന്നത്. മരുഭൂമി പോലെ തരിശായി കിടക്കുന്ന ചുറ്റുമലകളാണ്. ഒരു മരങ്ങൾ പോലും കാണുന്നില്ല, പുല്ല് പോലും മുളക്കാത്ത ഭാഗങ്ങളാണ് കാണുന്നത് ചുറ്റുഭാഗം. നമ്മുടെ നാട്ടിലെ പോലെ പച്ചപ്പും കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും ഒരു നല്ല തണുത്ത കാലാവസ്ഥയാണ് ഏത് സമയത്തും ഇവിടെ. ഈ കാലാവസ്ഥ പ്രത്യേകിച്ച് ഈ നവംബർ, ഡിസംബർ മാസങ്ങൾ, ജനുവരി മാസങ്ങളിലൊക്കെ നല്ല തണുപ്പാണ്. പച്ചപ്പുകളൊക്കെ കുറവാണ്. ഈ മലൻ്റെ മുകളിൽ ഒരു പ്രത്യേകതരം പുല്ലുണ്ട്, അപ്പോൾ അതൊന്ന് ഫോട്ടോ എടുത്തതാണ്. പ്രത്യേകതരം പുല്ല്, ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു തരം പുല്ലാണ്. അർമീനിയയിലെ സെവാൻ ലേക്കിൻ്റെ അടുത്ത് സെവതാങ് മൊണാസ്ട്രിയുടെ മലേനെ, ആ മലേൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. സെവത്താങ് മൊണാസ്ട്രി എന്നും പറയുന്നുണ്ട്, സെവനാങ് മൊണാസ്ട്രി എന്നും പറയുന്നുണ്ട്. ആ മലയുടെ ചുറ്റുഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ധാരാളം ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഫോട്ടോസുകൾ എടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇതാണ് മൊണാസ്ട്രി. ആളുകൾ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ധാരാളം. അങ്ങനെ സെവാൻ ലേക്കൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങാണ്. സെവത്താങ് മൊണാസ്ട്രിയൊക്കെ കണ്ട് വീണ്ടും താഴേക്ക് പോണ്, ബസ്സിലേക്ക് പോണ്. ഇനി വേറെ എവിടേക്കെങ്കിലും പോകണം, അത് എവിടേക്കാണെന്നറിയില്ല. ധാരാളം പാറ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ, ഷോപ്പിങ്ങുകളൊക്കെ ഉണ്ട്. പാറ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പലതരം സാധനങ്ങളാണിത്. മറ്റേ വോൾക്കാനോ പാറൻ്റെ സാധനങ്ങൾ ആണിത്. പല സാധനങ്ങളുണ്ട്. അങ്ങനെ സെവാൻ ലേക്കും സെവതാങ് മൊണാസ്ട്രി ഒക്കെ കണ്ട് നമ്മളിതാ കയറി, സെവാങ് മൊണാസ്ട്രി ഒക്കെ കണ്ട് ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോകുന്നത് ദിൽജാൻ വില്ലേജിലേക്കാണ്. Ну что, друзья, сейчас едем в Дилижан. Через минут 30 будем на месте. Через пару минут я продолжу экскурсию. Now we're going to Dilijan. In about 30 minutes we'll be there. In a couple of minutes I will continue the excursion. ദിലിജാൻ എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്കാണ് അറിഞ്ഞിട്ടുള്ള സ്ഥലം, ഒരു വില്ലേജിലേക്കാണ് പോണതെന്ന് പറഞ്ഞ്. ഇനി ഒരു 30 മിനിറ്റ് പെടുന്ന നമ്മൾ യാത്ര ചെയ്യാണ്ട്. പോകുന്ന ഇടയിലൊക്കെ നമുക്ക് ഈ വോൾക്കാന പൊട്ടിയിട്ടുള്ള പാറക്കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി നമ്മളൊരു വലിയ ടണലിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. വലിയൊരു ടണലാണത്. ടണലിലാണ്. പിന്നീട് നമ്മൾ ഒരു ദിൽജാൻ പ്രൊവിൻസിലേക്കാണ് പോകുന്നത്. ദിൽജാൻ നാഷണൽ പാർക്കൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ധാരാളം മൃഗങ്ങളും മറ്റുള്ളതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വലിയ പാർക്കാണ്. അവർ സംരക്ഷിക്കപ്പെട്ടുള്ള വനമേഖലയാണത്. 240 square kilometers through Dilijan National Park. The main river that flows is the River Akhstef, with a number of its tributaries. Deep in the forest there are picturesque lakes, for example Lake Bars, Lake Gosh. Forests are inhabited by wolves, bears, foxes,
wild boar. Deep in the forest there is a farm that breeds Caucasian red deer, Caucasian 240 സ്ക്വയർ കിലോമീറ്റർ അടങ്ങിയിട്ടുള്ള നാഷണൽ പാർക്കാണ് ഈ ദിൽജാൻ പ്രോവിൻസിൽ ഉള്ളത്. ഈ ദിൽജാൻ പ്രോവിൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു സാധാരണ ഒരു കാട്ടും പ്രദേശമാണ് നമ്മൾ ഈ പോകുന്നത് ഇവരുടെ അർമീനിയയിലെ. ഇവിടെ ധാരാളം റിവറുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാടാണിത്. നാഷണൽ പാർക്കാണ്, അവർ സംരക്ഷിക്കപ്പെട്ടുള്ള ഒരു കാടാണിത്. ഇതിൽ ധാരാളം കുറുക്കനും മുയലുകളും മറ്റുള്ള മാനുകൾ, പലതരം കരടികൾ, മാനുകളൊക്കെ അടങ്ങിയിട്ടുള്ള പലതരം മൃഗങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഈ കാട്ടിൽ. ധാരാളം റിവറുകളൊക്കെ ഉണ്ട്. ബാർ റിവറും ഗോഷ് റിവറൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. ഇതിനെപ്പറ്റി ധാരാളം പലതരം കാര്യങ്ങളും നമുക്ക് ഗൈഡ് പറഞ്ഞിട്ടുണ്ട്. പലതരം ഇൻ്റർനാഷണൽ സ്കൂളുകളും മറ്റുള്ള കൾച്ചർ, സ്വന്തമായിട്ടുള്ള ഒരു കൾച്ചറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വില്ലേജ് പീപ്പിൾ, അതായത് ഒരു പ്രത്യേക ജനസമൂഹങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു പ്രോവിൻസാണ് ഈ ദിൽജാൻ എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനമാണ് അർമീനിയൻ്റെ. ഈ ദിൽജാനിലാണ് നമ്മൾക്ക് ഭക്ഷണങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വില്ലേജിൽ പോയിട്ട് പല കാഴ്ചകളും നമുക്ക് കാണാനുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ വീണ്ടും അർമീനിയയിലെ പുതു കാഴ്ചകളുമായിട്ട് വരാം. 12 മണിയായി. ധാരാളം മലകളൊക്കെ കയറിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിൽജാനെ ലക്ഷ്യമാക്കി നമ്മളുടെ യാത്ര തുടരുകയാണ്. By Russian Armenian businessman Ruten Vartanyan, who was detained by Azerbaijan.